ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഡിമോണിറ്റൈസേഷൻ, ആധാർ കാർഡിൻ്റെ, സ്വിഗ്ഗി, അതുപോലെ IPL 4, പിന്നെ ഇമൈ. നമ്മൾ 5 എക്സാമ്പിൾസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? ദാറ്റ് വാസ് കെല്ലോഗ്സ് അല്ലേ? കെല്ലോഗ്സ് പറഞ്ഞല്ലോ. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ എങ്ങനെയാണ് വന്നത്? ഡിമോണിറ്റൈസേഷൻ മറ്റുള്ള റെൻഡിഷൻസ് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിമോണിറ്റൈസേഷനും ആധാറും ഇന്ത്യയിലെ 1.4 ബില്യൺ പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ ഫസ്റ്റ് ആധാർ വെച്ചിട്ട് എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള ലെവലിൽ അത് കൊണ്ടുവന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ സെൻസസ് വഴിയാണ് ഇത്രയും ഡാറ്റാസ് എടുക്കുക. സോ ലാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നത് 2011 അതിനുശേഷം 2021 പിന്നെ കോവിഡ് വന്നു. അപ്പോൾ അത് നടന്നില്ല. പിന്നെ ഇപ്പോഴും അത് ഇറ്റ്സ് ഡ്യൂ ഫോർ ലോങ്. അപ്പോൾ ആധാറിൽ വഴി ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റ എല്ലാം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കംപ്ലീറ്റ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞു, വളരെ പ്രിസൈസ്ഡായിട്ട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞു. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ എക്കണോമിയിലേക്ക് വരുമ്പോൾ എന്താണ്, എല്ലാവരും അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒരു അസംഷൻ മാത്രമാണ്. ബിക്കോസ് ലോട്ട് ഓഫ് റൂമേഴ്സ് സ്പ്രെഡിങ് അറൗണ്ട്. അപ്പോൾ അതിൻ്റെ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് ഫെൻസ്. ബട്ട്